വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 6 പേർ കുട്ടികളാണ്. ഗസ സിറ്റി, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലായിരുന്നു ഇസ്രായേൽ ആക്രമണം. റഫ അതിർത്തി ക്രോസിംഗ് തുറക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഗസയിലെ ആക്രമണം. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള കൊലപാതകം അവിടെ നടക്കുന്നു. 31 പേരാണ് മരിച്ചത്. ജീന, അതെ, വളരെ ദൗർഭാഗ്യകരമെന്ന് പറയേണ്ടി വരുന്നു. ഒക്ടോബർ 11 യുഎസിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇന്നത്തേത്. ഇന്നും 6 കുട്ടികളടക്കം 31 പേരുടെ ജീവനാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നഷ്ടമായത്. ആ ആക്രമണമുണ്ടായത് ഗസ സിറ്റിയിലും അതുപോലെ ഖാൻ യൂനിസ് പോലെയുള്ള ജനനിബിഡ പ്രദേശങ്ങളിലാണ്. ഇവിടുത്തെ ടെൻറ്റുകൾക്കും അതുപോലെ മറ്റു താമസ സൗകര്യങ്ങൾക്കും റെസിഡൻഷ്യൽ ഏരിയകളിലുമാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ ആക്രമണത്തിൽ 31 പേർ ജീവൻ നഷ്ടമായി എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഗതിയാണ്. ഇതോടുകൂടെ ഇസ്രായേൽ ഈ ഒന്നാം ഘട്ട വെടിനിർത്തലിന് എന്തുമാത്രം വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്, അതിനെ എത്രമാത്രം അവഗണിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. ഈ ഒക്ടോബർ 11 വെടിനിർത്തൽ കരാറിന് ശേഷം മാത്രം 509 ഫലസ്തീനികൾക്കാണ് ഈ ഗസയിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഏതായാലും ഈ ആക്രമണത്തെ നിശിതമായ രീതിയിലാണ് ഖത്തറും അതുപോലെ ഈജിപ്തും വിമർശിച്ചിട്ടുള്ളത്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ആ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ തുടർച്ചയായി ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണത്. തുടർച്ചയായി ഇത്തരത്തിൽ കരാർ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായി, ഇതിന് രണ്ടാം ഘട്ട സമാധാന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലേക്ക് പോകുന്നതിൽ ഈ ആക്രമണങ്ങൾ അതിന് പ്രതിബന്ധം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ ആക്രമണം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കണം. അതേപോലെ വളരെ പ്രധാനപ്പെട്ടത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും അതുപോലെ യു എൻ രക്ഷാസമിതിയുടെ റെസൊല്യൂഷൻ്റെയും ഭാഗമായി നിലവിൽ വന്ന സമാധാന പദ്ധതികൾ, ഈ സമാധാന പദ്ധതിയെ തുരങ്കം വെക്കുന്ന നിലപാടുകൾ, സമീപനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇതുപോലെ ഈജിപ്തും, നമുക്കറിയാം ഖത്തറും ഈജിപ്തുമാണ് ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഏറെ യത്നിച്ച യു എസിനൊപ്പം യത്നിച്ച 2 രാജ്യങ്ങൾ. ഈ 2 രാജ്യങ്ങളും ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ അതിൻ്റെ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം കൂടി ഇന്നത്തെ ഒരു ആക്രമണത്തോടു കൂടി കണ്ടുവരികയാണ്. ഏതായാലും ഇന്നത്തെ ആക്രമണത്തിൽ ഇത്രയും ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതോടുകൂടെ ഈ 2023 ആക്രമണത്തിന് ശേഷം 71,000 കവിഞ്ഞിരിക്കുകയാണ് ഈ ഗസയിലെ മരിച്ചവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്, കൊല്ലപ്പെട്ടവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. 1,70,000-ലേറെ പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിന് ശേഷവും ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ജനനിബിഡ പ്രദേശങ്ങളിലാണ്. നമുക്കറിയാം ഗസ എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെ, വാസസ്ഥലം നഷ്ടപ്പെട്ടവരുടെ, ഭൂമി നഷ്ടപ്പെട്ടവരുടെ ഒരു വലിയ തുറന്ന ജയിൽ പോലെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് അവരുടെ യാതനകൾ വീണ്ടും കൂട്ടി ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. റഫ അതിർത്തി തുറക്കാനുള്ള തീരുമാനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബന്ദി കൈമാറ്റം പൂർണ്ണമായി കഴിഞ്ഞാൽ റഫ അതിർത്തി തുറക്കുമെന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ആ ഒരു ഉപാധി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ്, ഇത്തരത്തിൽ തുറക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു എന്നാണോ? അതെ, അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ റഫ അതിർത്തി തുറക്കുമെന്ന് ഇന്നലെയാണ് ഇസ്രായേൽ ഭരണകൂടം പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ നിഷ്ഠുരമായ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടത് തന്നെയാണ്. ഏതായാലും അറബ് രാജ്യങ്ങളും അതുപോലെ മധ്യസ്ഥ രാഷ്ട്രങ്ങളുമൊക്കെ അപലപിച്ച സ്ഥിതിക്കും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്ന സ്ഥിതിക്ക് ഒരു പക്ഷേ സ്ഥിതി ശാന്തമായേക്കാം. എന്നാൽ ഒരിക്കൽ പോലും ഗസയിൽ സമാധാനം ഉണ്ടാവരുത്, അവിടെ അശാന്തി നിലനിൽക്കണമെന്ന വാശിയോടുകൂടെയുള്ള ആ തരത്തിലുള്ള ഒരു സമീപനമാണ് ഇസ്രായേൽ ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. റഫ അതിർത്തി ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് തുറക്കുന്നത്. ഈ തുറക്കുന്നത് തന്നെ വളരെ പരിമിതമായ അളവിലാണ്, കാൽനട യാത്രക്കാർക്ക് മാത്രമാണ് ഈ അതിർത്തി ക്രോസിംഗ് തുറക്കുന്നത്. അത് ഒന്നാം തീയതി അത് വളരെ പരിമിതമായ അളവിൽ ട്രയൽ റൺ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും ഉണ്ടാകുക. 2-ാം തീയതി മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വലിയ അളവിലേക്ക് അതിർത്തി തുറന്നു കൊടുക്കുക. അതേസമയം തന്നെ കാൽനട യാത്രക്കാർക്ക് തുറന്നു കൊടുത്തുകൊണ്ട് മാത്രം ഗസ
ഗസയിലെ പ്രശ്നങ്ങൾക്ക് അറുതി വരില്ല. ഗസയിലെ കിടപ്പാടമില്ലാത്ത, ഗസയിലെ മരുന്നില്ലാത്ത, ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് അവിടേക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ എത്തണമെങ്കിൽ ട്രക്കുകളുടെ അതുപോലെ വാഹനങ്ങളുടെ ഒക്കെ വലിയ മൂവ്മെൻറ്റുകൾ ആവശ്യമാണ്. ഇതുണ്ടായാൽ മാത്രമേ ഗസയ്ക്ക് ഒരു ചെറിയ അളവിലെങ്കിലുമുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയൂ. ഈ ട്രക്ക് മൂവ്മെൻറ്റ് സാധ്യമല്ലാത്തിടത്തോളം കാലം ഈ റഫേൽ അതിർത്തി ക്രോസിംഗ് തുറക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഗസയിൽ പരിക്കേറ്റ് കഴിയുന്ന 20,000-ഓളം പേർ നിലവിൽ വളരെ അടിയന്തരമായ ചികിത്സ ആവശ്യമുള്ളതായി കഴിയുകയാണ്. അവർക്ക് ഈ അതിർത്തി തുറക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടാകും. അതുപോലെ യുദ്ധം നടക്കുന്ന വേളയിൽ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയ ആളുകൾക്ക് തിരിച്ചു വരാനുള്ള മാർഗം കൂടി വഴിയൊരുങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജീന.